തികച്ചും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു വാർത്തയാണ്. മംദാനെ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായ എഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ മംദാനയുടെ വിജയം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. അത് ഈ തീവ്ര വലതുപക്ഷത്തിന്റെ വേലിയേറ്റത്തിലും ജനാധിപത്യത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രതിരോധങ്ങൾക്ക് അമേരിക്കയിൽ ഇപ്പോഴും സാധ്യതയുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. അപ്പോൾ കുടിയേറ്റ വിരുദ്ധത, ഇസ്ലാമോഫോബിയ, അതുപോലെ അതിരുകടന്ന വംശീയത, ക്രിസ്ത്യൻ മതമൗലികവാദം, ക്രിസ്ത്യൻ സയണിസം എന്നിത്യാദി നവ ലിബറൽ തീവ്ര വലതുപക്ഷ ആശയങ്ങളുടെ വലിയ പ്രചാരകനാണ് ട്രംപ്. അതിന്റെ വേലിയേറ്റത്തിലാണ് അദ്ദേഹം വീണ്ടും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ബേണി സാൻഡേഴ്സിനെ പോലെയുള്ള ആളുകൾ ഒരു ബദൽ എന്ന നിലയ്ക്ക് ഡെമോക്രാറ്റിക് സോഷ്യലിസം പോലെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചു എങ്കിലും അതിനൊന്നും അമേരിക്കയില് വലിയ ഇലക്ട്രൽ വിക്ടറി ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെയാണ് മംദാനയുടെ സാന്നിധ്യം വളരെ പ്രസക്തമാകുന്നത്. വളരെ കൃത്യമായിട്ട് ജനാധിപത്യത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ തീവ്രവാദിയായും ഭീകരവാദിയായും അതുപോലെ കമ്മ്യൂണിസ്റ്റായും ഒക്കെ ചിത്രീകരിക്കുകയുണ്ടായി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചിത്രമല്ല. ഇവിടെ ജിഹാദി എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് പലപ്പോഴും അമേരിക്കൻ സാഹചര്യത്തിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും അവിടുത്തെ തീവ്ര വലതുപക്ഷവും ഒക്കെ ഒരാളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയാണെങ്കിലും ഒരു പരിധിവരെ ഡെമോക്രാറ്റിക് പാർട്ടിയാണെങ്കിലും മുന്നോട്ട് വയ്ക്കുന്ന അമേരിക്ക കേന്ദ്രീകൃതമായ ലോകവീക്ഷണത്തിനും ദേശീയതയ്ക്കും കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ചതുർത്ഥിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ചാപ്പകളും മംദാനിയുടെ മേലെ ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു തീവ്രവാദ സമീപനം പുലർത്തുന്ന, ഇസ്ലാമിക തീവ്രവാദ സമീപനം പുലർത്തുന്നയാളാണ്, കമ്മ്യൂണിസ്റ്റാണ്, ജനാധിപത്യ വിരുദ്ധനാണ്, അമേരിക്കൻ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള സകല വാദങ്ങളും ലോകത്തെ ഏത് രാജ്യത്തിലെ ഈ വലതുപക്ഷത്തിന്റെ സർജ് ഉണ്ടായാലും അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ചാർത്തി കൊടുക്കുന്ന സകല ബിരുദങ്ങളും ഇദ്ദേഹത്തിന് മേലെ ചുമത്തുകയുണ്ടായി. പക്ഷെ അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. അപ്പോൾ ആ നഗരത്തിലെ ജനത അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇത് ലോകത്തെമ്പാടും പ്രത്യേകിച്ച് യൂറോപ്പിലടക്കം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര വലതുപക്ഷ തരംഗത്തിന് ഒരു പ്രതിതരംഗം ഉണ്ടായി എന്ന നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമാണ്. ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ പ്രസ്ഥാനവും അതുപോലെ ട്രംപിസവും ചേർന്ന് 2016 മുതൽ ഉഴുതുമറിച്ച അമേരിക്കൻ മണ്ണിൽ ഒരു പുതിയ മാറ്റത്തിനുള്ള തുടക്കമാണ് മംദാനിയുടെ വിജയം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.